In this video, demonstrate how to solve the curvilinear translation problems. Before that, we can review the equations for curvilinear motion. The velocity in the x direction is dx by dt, and velocity in the y direction is dy by dt, and the total velocity is root of vx square plus vy square. That is the sum of these vx and vy, and the tan theta is equal to Vy by Vx, and the theta is the angle between V and Vx. Then the acceleration in the x direction is derivative of Vx by dt, and Ay is equal to dV by Vy by dt, and A is equal to root of x square plus Ay square, and tan alpha, that is the angle between A and Ax, is equal to Ay by Ax. Also, we know that the velocity v is equal to ds by dt, where s is the distance traveled by the particle. If it is in the linear direction, this s is a straight line, otherwise s is a curve. അതായത് ഇതിൻ്റെ റെക്റ്റിലീനിയർ മോഷനും കർവീലിയർ മോഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെലോസിറ്റി ഇവിടെ ഒരു ഡയറക്ഷനിലേ ഉണ്ടാവുള്ളൂ, എക്സ് ഡയറക്ഷനിൽ മാത്രമേ വെലോസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈസിക്കൽ ഡി എസ് ബൈ ഡി ടി എഴുതി. Then the tangential component of velocity, acceleration, is equal to dv by dt. അപ്പോൾ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നതും ഡി എസ് ബൈ ഡി ടി തന്നെയാണ്. കാരണം ഒരു കർവിൻ്റെ ടാൻജൻഷ്യൽ മൂവ്മെന്റ് ആണ്. നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ഈസ് വി സ്ക്വയർ ബൈ റോ. റോ ഈസ് ദി റേഡിയസ് ഓഫ് കർവേച്ചർ. അവിടെ നോർമൽ വെലോസിറ്റി കർവിലീനിയർ മോഷനിൽ 0 ആയിരിക്കും. കാരണം അത് റേഡിയൽ ഡയറക്ഷനിലാണ് ഈ നോർമൽ വെലോസിറ്റി ഉള്ളത്. അപ്പോൾ റേഡിയൽ ഡയറക്ഷനിൽ ഇവിടെ മൂവ്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കർവിലീനിയർ മോഷനിൽ വി എൻ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല. ടോട്ടൽ ആക്സലറേഷൻ ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ. ആൻഡ് ഇവിടെ ഈ റോ എന്ന് പറയുന്നത് 1 by rho is equal to d square y by dx square divided by 1 plus dy by dx raised to square the whole raised to 3 by 2. അതായത് ഈ റോ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പാത്തിലായിരിക്കും. ആ പാത്തിന് ഒരു ഇക്വേഷൻ ഉണ്ടാവും. ആ പാത്തിന്റെ ഇക്വേഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അതുപോലെ ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഇത് ഒരു സർക്കുലർ പാത്താണെങ്കിൽ ഈ റോ എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വി സ്ക്വയർ ബൈ ആർ എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. The problem is a ball is thrown so that the motion is given by the equation x is equal to 5t and y is equal to 2 plus 6t minus 4.9 t square, where x and y are expressed in meters and t is expressed in seconds. Determine A, the velocity at t is equal to 1 second, B, the horizontal distance the ball travels before hitting the ground. ഒരു പ്രോബ്ലം കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കെയർഫുൾ ആയിട്ട് ഇതൊന്ന് വായിക്കുക. വായിച്ചതിന് ശേഷം
ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കുക. രണ്ടാമത് ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. മൂന്നാമത് നമുക്ക് ഈ തന്നിട്ടുള്ളത് വെച്ചിട്ട് ഏതൊക്കെ എക്സ്പ്രഷൻസ് നമ്മൾ ഉപയോഗിച്ച് വേണം ഇത് സോൾവ് ചെയ്യാൻ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു ബോള് ഒരാൾ എറിഞ്ഞു. ആ ബോൾ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈസിക്കൽ ടു 5t ആണ്. 5 × t. y ഈസിക്കൽ ടു 2 + 6t - 4.9 t². ഇതാണ് ആ ബോൾ പോകുന്ന പാത്തിന്റെ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എക്സ് ഈസിക്കൽ 5t. അതായത് t 0 ആയിരിക്കുമ്പോൾ ഇവിടെ എക്സ് 0 ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ t 0 ആയിരിക്കുമ്പോൾ y എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആയിരിക്കും. അപ്പൊ ഇത് 0-യിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രോബ്ലം. നമുക്ക് നോക്കാം. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഇവിടെ ഒരാൾ ഈ ബോൾ എറിയാണ്. അപ്പോൾ ബോൾ എറിയുമ്പോൾ ഇതാണ് ഈ 2 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ബോൾ സ്റ്റാർട്ട് ചെയ്തു, എറിഞ്ഞു. അത് R എന്ന് പറയുന്ന പോയിന്റിൽ ഹിറ്റ് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് the velocity at t is equal to 1 second. അപ്പോൾ 1 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കുക. 1 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കണം. എക്സും വൈയും ഉണ്ട്. അപ്പോൾ എക്സും വൈയും ഉണ്ടെങ്കിൽ വെലോസിറ്റി Vx ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് Vx ഈസ് ഈക്വൽ ടു dx/dt. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 5 m/s ആൻഡ് വെലോസിറ്റി Vy, that is vertical velocity, is dy/dt is 6 minus 2 into 4.9, that is 9.8 t. And velocity at 1 second എന്താണെന്ന് നോക്കാം. വെലോസിറ്റി അറ്റ് 1 സെക്കൻഡ്, ഇവിടെ ടിക്ക് 1 എന്നുള്ള വാല്യൂ എടുക്കുക. സോ Vx എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ് ഇവിടെ, ബിക്കോസ് സ്പീഡ് ചെയ്യുന്നില്ല. സോ Vx ഇവിടെ 5 m/s. Vy 6 minus 9.8 into 1, that is equal to minus 3.8 m/s. And total velocity V is equal to root of Vx square plus Vy square, that is equal to 5 square plus 3.8 square. ഇവിടെ മൈനസ് ആണ്, സ്ക്വയർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ മൈനസ് ഇട്ടിട്ടില്ല. സോ ദി ആൻസർ ഈസ് 6.28 m/s. ഇതാണ് ഫസ്റ്റ് പാർട്ട്. വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് t is equal to 1 second? ദി ആൻസർ ഈസ് 6.28 m/s. ഇത് ഇതിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ടുള്ളൂ. ഇനി അതിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് θ is equal to Vy/Vx is equal to minus 3.8/5. ഇതാണ് ടാൻ തീറ്റയുടെ വാല്യൂ. ആൻഡ് തീറ്റ, ഇതിൽ നിന്ന് തീറ്റ എടുക്കുമ്പോൾ tan inverse of this minus 3.8/5 is equal to 0 is equal to minus 37.2 degree എന്ന് പറയും. ഇതിൽ ഈ മൈനസ് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഈ ബോൾ എറിയുമ്പോൾ ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി അപ്വേർഡ് ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ വെലോസിറ്റി ടുവേഴ്സ് റൈറ്റും ആണ്. ഇവിടെ വരുമ്പോൾ നോക്കുക,
ഈ വെലോസിറ്റി ഇത് വന്ന് ഹിറ്റ് ചെയ്യുന്ന നേരെ താഴോട്ടാണ്. അപ്പോൾ താഴോട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ വെലോസിറ്റി സെയിം ആണ്. ഇവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് കാണിച്ചിട്ടുണ്ട്, എക്സ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ടൈം അനുസരിച്ചിട്ട് മാറുന്നുണ്ട് വെർട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ടാണ് -37.2 ഡിഗ്രി എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആംഗിളാണ് 37.2 ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് എക്സ് ഡയറക്ഷനിൽ നിന്ന് താഴോട്ടാണ് ആംഗിൾ എടുക്കുന്നത്. അതായത് ഈ ആംഗിളാണ് ഇത് ഹിറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ തന്നെയാണ് ഈ -37.2 degree. And second part, the horizontal distance the ball travels before hitting the ground. അതായത് ഈ OR എന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ബോൾ ഹിറ്റ് ചെയ്യുമ്പോൾ ആറിൽ ഹിറ്റ് ചെയ്യുമ്പോൾ y കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ നമ്മൾ x കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. y0 ആകുമ്പോൾ x കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. y equation y is equal to 2 plus 60 minus 4.90 square. Put the value of y as 0 here. നമുക്ക് ഇത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ t is equal to 1.4971 എന്നും അതുപോലെ തന്നെ -0.27 എന്ന രണ്ട് വാല്യൂ. ഇതിൽ ഈ -0.27 എന്ന വാല്യൂ അത് ആക്ച്വലി ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത് മുട്ടുന്ന പോയിന്റ് ആയിരിക്കും. അപ്പൊ അതായത് ഈ ബോള് എറിയുന്നതിന് മുമ്പ് ആയിരിക്കും ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ t is equal to 1.4971 എന്ന വാല്യൂ ആണ്. അപ്പോൾ t കിട്ടി. നമുക്കറിയാം വെലോസിറ്റി ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എക്സിലേക്ക് ടിയുടെ വാല്യൂ കൊടുക്കുക. സോ എക്സ് ഈസ് ഈക്വൽ ടു 5 into 1.4971. സോ the value, the horizontal distance traveled by the particle is 7.4856. This piece. Okay, the next problem, a car driver enters a curve of radius 240 meter at 72 km/h and shows down, making the speed decrease at a constant rate of 4.5 km/h each second. Find the acceleration of the car 4 seconds after the driver started to slow down. അതായത് ഒരു കാർ ഡ്രൈവർ ഒരു കർവിലേക്ക്, കർവിന്റെ റേഡിയസ് 240 മീറ്റർ ആണ്. ഒരു കാറ് കർവിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഉള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ 72 km/h ആണ് കയറുമ്പോൾ ഉള്ള സ്പീഡ്. അപ്പോൾ കയറി കഴിയുമ്പോഴേക്കും ഈ കാർ ഡ്രൈവർ മേക്കിംഗ് ദ സ്പീഡ് ഡിക്രീസസ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് 4.5 km/h ഈച്ച് സെക്കൻഡ്. അതായത് ഇതിലേക്ക് കയറുമ്പോൾ ഈ കാറ് ബ്രേക്ക് ചെയ്ത് സ്പീഡ് കുറച്ച് ഒരു സെക്കൻഡിൽ 4.5 km/h സ്പീഡ് കുറയ്ക്കുന്നു. അങ്ങനെ ഓരോ സെക്കൻഡിലും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാറിന്റെ 4 സെക്കൻഡ് കഴിയുമ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡീസലറേഷൻ ആണുള്ളത്, അതായത് സ്പീഡ് കുറയുകയാണ്. ഡീസലറേഷൻ റേറ്റ് എന്ന് പറയുന്നത് 4.5
കിലോമീറ്റർ പെർ അവർ പെർ സെക്കൻഡ് ആണ്. അതായത് ഇതെന്ന് പറയുന്നത് ഡീസലറേഷൻ തന്നെയാണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന നമ്മൾ നോക്കാം. The tangential acceleration, അതായത് ഈ കാർ കയറുമ്പോഴുള്ള ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു AT ഈസ് ഈക്വൽ ടു ഡീസിലറേഷൻ ആയതുകൊണ്ട് -4.5 കിലോമീറ്റർ പെർ അവർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ കിലോമീറ്റർ പെർ അവറിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കും. അതാണ് 4500 മീറ്റർ. 4.5 കിലോമീറ്റർ എന്നുള്ള 4500 മീറ്റർ ഡിവൈഡഡ് ബൈ ഈ അവറിന് സെക്കൻഡ് ആക്കും 3600 സെക്കൻഡ്. ആൻഡ് സെക്കൻഡ് ഈ സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻഡ് ദി ആൻസർ ഈസ് -1.25 meter per second square. This is the tangential acceleration. ഇനി ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാം. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ AT ഈസ് ഈക്വൽ ടു എന്താണ് dv/dt. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെലോസിറ്റി കിട്ടും. സോ dv ഈസ് ഈക്വൽ ടു AT dt. ആ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. സോ സോൾവിംഗ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് relates the tangential acceleration to derivative of the velocity with respect to time gives the velocity after 4 seconds. എന്നിട്ട് ആ ടിക്ക് 4 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെലോസിറ്റി കിട്ടും. നമുക്ക് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റി കണ്ടിട്ട് വീണ്ടും അതിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കും. ഇവിടെ 72 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dv ഈസ് ഈക്വൽ ടു 20യിൽ നിന്ന് ഈ വെലോസിറ്റി കുറയുവാണ്. ലെറ്റ് ദാറ്റ് വെലോസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ v. സോ ഇന്റഗ്രൽ 20 to v dv ഈസ് ഈക്വൽ ടു -1.25 ദാറ്റ് ഈസ് AT dt. അതിന്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 4 സെക്കൻഡ്സ് ആണ്. 0 to 4 seconds. So and integrating this v, the lower limit 20 and upper limit v, and -1.25 of t lower limit 0 to 4. Here v minus 20 is equal to 1.25 into 4 minus 0. V is equal to 15 meter per second. And the answer is, this is the answer as velocity. Then the normal acceleration is equal to v square by rho എന്നാണ്. റോയ്ക്ക് ഇവിടെ നമ്മൾ സർക്കുലർ പാത്തായതുകൊണ്ട് r എന്ന് കൊടുത്തു. സോ ദിസ് ഈസ് 15 meter per second square divided by r is equal to 240 meter, and the answer is 0.9375 meter per second square. This is normal acceleration. This is tangential acceleration. Acceleration and കിട്ടി. Normal acceleration is e directional acceleration. Tangential acceleration e directional acceleration. And the total acceleration is a is equal to at square plus a square. ഇത് രണ്ടും കൂടെ acceleration രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ is equal to 1.56 meter per second square. This is
total acceleration. Then next particular type of motion is projectile motion. The equations are, the equation of trajectory is y is equal to x tan alpha minus gx square divided by 2u square cos square alpha, and time of flight t is equal to 2u sin alpha divided by g, and maximum height reached h is equal to u square sin square alpha divided by 2g. Horizontal range r is equal to u square sin 2 alpha divided by g. Okay, this is the problem. A firefighter holding a nozzle at a horizontal distance of 5 meters from a vertical wall wishes to send a jet of water through a small window in the wall located 3.75 meters vertically above the nozzle. If the inclination of the jet with the horizontal is 60 degree at the nozzle, calculate the required velocity of the jet at the nozzle exit. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു ഫയർ ഫൈറ്റർ ഫയർ ഹോസിന്റെ നോസിലിന്റെ എൻഡിൽ നിന്ന് വരുന്ന ജെറ്റ് 5 മീറ്റർ അകലെയുള്ള ഒരു വെർട്ടിക്കൽ വാളില് 3.75 മീറ്റർ പൊക്കത്തിലുള്ള ഒരു വിൻഡോയിൽ കൂടെ വെള്ളം പമ്പ് ചെയ്യണം. ഈ ജെറ്റിന്റെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് 60 ഡിഗ്രി ഹൊറിസോണ്ടൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ജെറ്റിന് എത്ര വെലോസിറ്റിയിൽ ഈ നോസിലിന്റെ അറ്റത്ത് നിന്ന് പോകണം, അതാണ് ക്വസ്റ്റ്യൻ. കാരണം ഈ നോസിലിന്റെ വെലോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതാണ് ഫയർ ഫൈറ്റിംഗ് നോസിലുള്ളത്. നോക്കാം അതിന്റെ, ഇതാണ് പ്രോബ്ലം. ഇതാണ് ഫയർ നോസില്. നോസില് 60 ഡിഗ്രിയിൽ വെച്ചിരിക്കുകയാണ്. ഇതിന്റെ 5 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് 3.75 മീറ്റർ ഹൈറ്റിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. അതായത് ഈ ആംഗിളാണ് 60 ഡിഗ്രി. 60 ഡിഗ്രിയിൽ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവിടെ എത്തുന്ന എന്താണ് ഈ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ y is equal to x tan alpha minus gx square divided by 2u square cos square alpha. സാധാരണ നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇത് മാക്സിമം ഹൈറ്റ് എന്നുള്ള ഫോർമുല വെച്ച് ചെയ്യാന്ന്. പക്ഷെ ഇവിടെ ശരിക്കും മാക്സിമം ഹൈറ്റ് ആണ് ഇതെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ എക്സും വൈയും തന്നിട്ടുണ്ട്. ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് വേറെ എവിടെയോ ആയിരിക്കും മാക്സിമം ഹൈറ്റ്. അതെ, അപ്പൊ ഇവിടെ ഈ എക്സിന് വൈക്ക് ഈ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഉള്ള അൺനോൺ എന്ന് പറയുന്നത് യു സ്ക്വയർ ആണ്. യു ആണ് അത് കണ്ടുപിടിക്കേണ്ടത്. വാല്യൂ കൊടുത്ത് 3.75 into 5 into tan 60 minus g into 5 square divided by 2u square cos square 60. ഇതിന് യു സ്ക്വയറിനെ
g into 5x 5 square ഈ സൈഡ് കൊടുത്തു, ബാക്കിയെല്ലാം അപ്പുറത്തിട്ടുണ്ട്. 2u square cos square 60 into 5 into tan 60 minus 3.75 is equal to g into 5 square, and u is equal to യുവിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം കൊണ്ടുവന്ന് റൂട്ടിലിടും. is g into 5 square divided by 2 cos square 60 into 5 into tan 60 minus 3.74. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഓരോ സ്റ്റെപ്പും കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനിത് ഈ സ്ലൈഡിൽ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിലായിട്ട് കൊണ്ടുവന്നു മാത്രമേ. ഓരോ സ്റ്റെപ്പും കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. യു ഈസിക്കൽ 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു അപ്രോക്സിമേഷൻ്റെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ 9.8 9.9 മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയുള്ളൊരു ചെറിയ വേരിയേഷൻ ചിലപ്പോൾ ഉണ്ടാവാം. ദിസ് ഈസ് the problem. And another problem is a projectile is aimed at a mark on horizontal plane through the point of projection. It falls 12 meters short when the angle of projection is 15 degrees, while it overshoots the mark by 24 meters when the same angle is 45 degrees. Find the angle of projection to hit the mark. Assume no air resistance. Assume no air resistance means there is no change in the horizontal velocity, and the vertical velocity is affected only by the gravitational force. Okay. ഇവിടെ ഈ പ്രശ്നം പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൊജക്ടൈല് ഒരു പോയിന്റിൽ എയിം ചെയ്തിട്ടുണ്ട്. 15 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് 12 മീറ്റർ പുറകിൽ ആണ് വീഴുന്നത്. അതുപോലെ തന്നെ 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ എയിം കഴിഞ്ഞിട്ട് 24 മീറ്റർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 15 ഡിഗ്രിക്ക് ആൽഫ 1 എന്ന് കൊടുത്തു, അപ്പോൾ ഉള്ള റേഞ്ച് R1 എന്ന് കൊടുത്തു. R1 ഈസ് ഈക്വൽ ടു R മൈനസ് 12 മീറ്റർ. R എന്ന് പറയുന്നത് ആണ് നമുക്ക് required range, and when angle of projection is with the horizontal, alpha 2 is equal to second condition 45 degree ആകുമ്പോൾ R2 ൽ വരും. R2 എന്ന് പറയുന്നത് R plus 24 മീറ്റർ. Where R is the required horizontal range. ഇതാണ് OR എന്ന് പറയുന്നതാണ് റിക്വയർഡ്. R എന്ന് പറയുന്നതാണ് മാർക്ക് ഓയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു. ലെറ്റ് ആൽഫ ബി ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഈ ആൽഫയാണ് കണ്ടുപിടിക്കുന്നത്. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ R എന്ന പോയിന്റ് ചെയ്യും. ഇനി 15 ഡിഗ്രിയിൽ ആണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് നേരെ R1 എന്നുള്ള പോയിന്റിൽ വരും. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 12 മീറ്റർ. 45 ഡിഗ്രിയിലാണെങ്കിൽ നേരെ വന്നിട്ട് R2 പോയി ഹിറ്റ് ചെയ്യും. അത് R കഴിഞ്ഞിട്ട് 24 മീറ്റർ കഴിഞ്ഞിട്ടാണ്. ഇതാണ് ഈ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഈ ആൽഫയാണ്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ 3 സിറ്റുവേഷൻ ആണുള്ളത്. 2 സിറ്റുവേഷൻ നമുക്ക് അറിയാവുന്ന സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുക. കാരണം ഹൊറിസോണ്ടൽ റേഞ്ചിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. സോ നമ്മളിവിടെ അസ്യൂം ചെയ്തു യു എന്നുള്ളത് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ആൽഫ ഈസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ.
R1 is equal to u square sine 2 alpha 1 by g. R1 value R1 is equal to R minus 12. So R minus 12 is equal to 0.5 u square by g. This is equation number 1. Similarly, R2 is equal to u square sine 2 alpha 2 by g, and R2 is equal to R plus 24, which u square sine 90 by g is u square by g. This is second equation. Divide equation 1 by equation 2. R minus 12 divided by R plus 24 is equal to 0.5. And after cross multiplication, R minus 12 is equal to 0.5 R into 24 into 0.5 is 12, or 0.5 R is equal to 12 plus 10, 24, and R is equal to 48 meter. So this OR is 48 meter. കണ്ടുപിടിക്കേണ്ട U ആണ്. Substitute the value of R in the equation number 1. U square as 706.32, and U is equal to root of this one is 26.58 meter per second. The next problem, an object of mass 5 kg is projected with a velocity of 20 meter per second at an angle of 60 degree to the horizontal. At the highest point of its path, the projectile explodes and breaks up into two fragments of masses 1 kilogram and 4 kilogram. The fragments separate horizontally after the explosion, which release internal energy such that Ke, that is kinetic energy of the system at the highest point, is doubled. Find the separation between the two fragments when they reach the ground. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളുമാണ്. ഇത് കർവീലിനിയർ പ്രോബ്ലം ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല, ലീനിയർ പ്രോബ്ലം പോലെ തന്നെയാണ് ഇത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 5 കിലോ ഭാരമുള്ള ഒരു പ്രൊജക്റ്റ് ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്തു. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 60 ഡിഗ്രി ആണ്. ഇത് ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോൾ ഹയസ്റ്റ് പോയിന്റ്, അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആവും, ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ആ ഹയസ്റ്റ് പോയിന്റ് ചെന്ന് കഴിയുമ്പോൾ ഈ ബോഡി 1 കിലോ ആയിട്ടും 4 കിലോ ആയിട്ടും സ്പ്ലിറ്റ് ആയിട്ട് നേരെ വീണ്ടും ട്രാവൽ ചെയ്ത്
അത് താഴെ വീഴും. അപ്പം പക്ഷെ ഇവിടെ കൈനറ്റിക് എനർജി അവിടെ ഇൻക്രീസ് ചെയ്യും, ഡബിൾ ആവും. ഇനി പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഈ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. let m is equal to 5 kilogram, v is equal to 20 meter per second, theta is equal to 60 degree. ഇവിടെ v എന്നുള്ളത് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് vx is equal to v cos 60. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് v cos 60, that is 10 meter per second. And vertical component of velocity vy is equal to v sin 60, that is 20 into sin 60 is 10 root 3 meter per second. The time taken to reach the highest point is equal to time taken to reach the ground from the highest point. That is t is equal to v sin theta by g. അതായത് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ പകുതിയായിരിക്കും ഹയസ്റ്റ് പോയിന്റ് എത്താനുള്ള ടൈം. ദാറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ടി ഈസ് ഈക്വൽ ടു 2v sin theta by g ആണ്. അപ്പൊ അതിന്റെ പകുതി ടൈം കൊണ്ട് ഇത് ഹയസ്റ്റ് പോയിന്റ് വരും. സോ ടി ഈസ് ഈക്വൽ ടു v sin theta by g. v sin theta എന്ന് പറയുന്നത് വെർട്ടിക്കൽ വെലോസിറ്റി ആണ്, അതായത് vy by g. അത് നമ്മൾ കണ്ടുപിടിച്ചു. ജിക്ക് 9.81 വാല്യൂ കൊടുത്തപ്പോൾ is equal to 1.77 second. Then at the highest point, this mass m split up into two parts. m1 is equal to 1 kilogram and m2 is equal to 4 kilogram. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ കുറെ കൺസർവേഷൻസ് ഉണ്ട്. അതായത് മാസ് കൺസർവ് ചെയ്തു. അതായത് ടോട്ടൽ 5 കിലോഗ്രാം രണ്ടായി. ദാറ്റ് ഈസ് m1 plus m2 is equal to 4 kilogram. m1 plus m2 is equal to m. ആൻഡ് ഈ ഓരോ മാസും പിന്നെ രണ്ട് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, സെയിം വെലോസിറ്റിയിലല്ല. അത് ആ വെലോസിറ്റികളിലൊക്കെ നമുക്ക് their velocities are assumed to be v1 and v2 respectively. And ഇവിടെ ഇന്റേണൽ എനർജി കൊണ്ടാണ് കൈനറ്റിക് എനർജി. ഇവിടെ വേറെ എക്സ്പ്ലോഷൻ ഉണ്ടായി, വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. സോ there are no external force, the momentum will be conserved. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന പ്രിൻസിപ്പിൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും വേറെ വന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതായത് m1 v1 പ്ലസ് m2 v2 ഈസ് ഈക്വൽ ടു mv cos theta. കാരണം mv cos theta ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇത് പിന്നെ മൂവ് ചെയ്യുന്നത്. mv cos theta പ്ലസ് mv sin theta ആണ്. അവിടെ mv sin theta എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് ഹയസ്റ്റ് പോയിന്റ് 0 ആണ്. വെർട്ടിക്കൽ വെലോസിറ്റി അറ്റ് ഹയസ്റ്റ് പോയിന്റ് 0 ആണ്. സോ this is v1 plus 4v2 is equal to 5 into 10 is equal to 50. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലെ മൊമെന്റം അവിടെ കൺസർവ്ഡ് ആണ്. അതായത് ഇത് ഈ ഒബ്ജക്റ്റ് എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള മൊമെന്റവും എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞുള്ള മൊമെന്റവും സെയിം ആണ്.
അപ്പം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇനീഷ്യൽ കൈനറ്റിക് എനർജി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള കൈനറ്റിക് എനർജി ½ mv² എന്നുള്ളത്, ഇവിടെ v എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ് ആ ടൈമിൽ. സോ v cos θ². ഇവിടെ വെർട്ടിക്കൽ വെലോസിറ്റി അറ്റ് ഹയസ്റ്റ് പോയിന്റ് 0 ആണ്. സോ ദി ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv cos θ² ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 252. ഇനി ആ വെലോസിറ്റി ഡബിൾ ആയെന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡബിൾ ആയി, അതായത് 500 ജൂളായി. അതെന്ന് പറയുന്നത് ഈ എക്സ്പ്ലോഡ് ചെയ്തതിന് ശേഷം ഉള്ള കൈനറ്റിക് എനർജിയാണ്. അതായത് ½ m1v1² പ്ലസ് ½ m2v2² = 500. എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ട് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ഇനി ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട്, അതായത് v1 ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ v1² പ്ലസ് 4v2² = 1000. This is equation number 1 and this is equation number 2. Sorry, this is equation number 1 and this is equation number 2. In solving this 1 and 2, we get the value of v1 as 30 meter per second and v2 as 5 meter per second. ഇവിടെ ചോദിച്ചിരിക്കുന്നത് find the separation between two fragments when they reach the ground എന്നാണ്. അപ്പം ഇത് രണ്ടും തമ്മിൽ ഗ്രൗണ്ടിൽ വീഴുമ്പോൾ എത്ര ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാവും, അത് എന്ന് പറയുന്നത് ഈ രണ്ട് വെലോസിറ്റിയുടെ ഡിഫറൻസിന്റെ ഇൻറ്റു ഈ ടൈമാണ്, ട്രാവൽ ചെയ്ത ടൈമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ v1² ഇവിടെ ഒരു സ്ക്വയർ ആണ്. ഈ v1-നും v2-നും വേറെ രണ്ട് വാല്യൂ കൂടെ കിട്ടും, അത് വെച്ച് സോൾവ് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് വരിക. പക്ഷെ അത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളത് എടുക്കാറില്ല. സോ ദിസ് ഈസ് v1 minus v2 is 30 minus 5 into 1.77 is equal to 44.25. v1-ന്റെയും v2-ന്റെയും വാല്യൂ നമ്മൾ രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇതിലെ റൂട്ട് നെഗറ്റീവ് വരുന്നതുകൊണ്ട് ആ കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ പേപ്പറിൽ ആ പ്രോബ്ലം ഒന്നോടെ ഈ പ്രോബ്ലം ഒന്നോടെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഐഡിയ കിട്ടും. ഈ പ്രോബ്ലം നിങ്ങൾ പേപ്പറിൽ ചെയ്ത് നോക്കുക വീണ്ടും, അല്ലാതെ നോക്കി പഠിച്ചുകൊണ്ട് കാര്യമില്ല. പേപ്പറിൽ ഈ പ്രോബ്ലം എഴുതിയെടുത്തിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക, തന്നെ ഇരുന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ ഈ ആൻസർ 44.25 എന്നുള്ള ആൻസർ കിട്ടണം. Thank you for watching my video.